ഒരു ഐ ഓപ്പണിംഗ് ഡേ ആണത്. അതിനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളത്. വേറെ അതിനകത്ത് കരയാനും പിടിക്കാനൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ അമ്മ മരിച്ചിട്ട് 8 വർഷമായി. കഴിഞ്ഞ ജൂൺ 19 8 വർഷമായത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, ആർട്ടിസ്റ്റായ സുഹൃത്തിനോട് പറഞ്ഞു, എടാ എനിക്ക് ഏതെങ്കിലും കുറച്ച് അമ്മമാരുള്ളൊരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യണം ആ ഡേ. അങ്ങനെ പോകണമെന്ന് പറഞ്ഞു. നമ്മുടെ വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശത്തായിരുന്നു പോയത്. അവിടെ കുറേ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുറേ അമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പലരും, നമ്മളെല്ലാവരും സെൽഫിഷാണ്. പല കാര്യങ്ങളും ഇമോഷണൽ ആണെങ്കിലും നമ്മുടെ ഭാഗ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ മനുഷ്യനാകെ നമ്മളുടെ എന്തെങ്കിലും അഹങ്കാരം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ പോകുന്ന ഒരു ഡേ ആയിട്ട് മാറിയ ഒരു ഡേ ആയിരുന്നു. ഞാനും കുറച്ച് ആർട്ടിസ്റ്റ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ അവിടെ പരിചയപ്പെട്ട ഏറ്റവും നല്ലൊരു, ഞാൻ കണ്ട ലൈഫിലൊരു നല്ലൊരു മനുഷ്യൻ ജലീലിക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതിൻ്റെ ഫൗണ്ടർ. അപ്പം അദ്ദേഹം ആംബുലൻസ് ഓടുന്ന ആ പൈസയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ, വൈഫും മകളും കൂടെ നിന്നിട്ടാണ് ആ ഒരു 75 അമ്മമാരുണ്ട്. പലർക്കും ഓർമ്മകളില്ല. ഒരു ഫ്ലോറിലാണ്, എല്ലാം സ്ത്രീകളാണല്ല. ഒരു ഫ്ലോറിൽ അമ്മമാർ വസ്ത്രങ്ങൾ പോലും ഇടാറില്ല, കാരണം അവർക്ക് അറിയില്ല. അപ്പോൾ ആ ഫ്ലോറിൽ ഞങ്ങൾ പോയിട്ടില്ല. താഴത്തെ ഫ്ലോറിൽ ഞങ്ങൾ പോയെടുത്ത് അമ്മമാർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നവർ. അപ്പം ഞങ്ങൾ ആ ഒരു ഡേ അവരുടെ കൂടെ കുറച്ച് മ്യൂസിക്കും അതുപോലെ ഫുഡും എല്ലാം ആയിട്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അവർക്ക് ഫുഡ് എല്ലാം സെറ്റ് ചെയ്ത് പോയി, സദ്യ എല്ലാം ഒരുക്കി. പക്ഷേ വാഴയിൽ സദ്യ കഴിക്കാൻ പോലും അവർക്ക് അറിയത്തില്ല, അത് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ജലീലിക്കൊക്കെ അറിയാം ഓരോരുത്തരുടെ വയർ എത്രയാണ്, അവർക്ക് എത്രമാത്രം ആഹാരം കൊടുക്കണം. അപ്പം ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു ഐ ഓപ്പണിംഗ് ഡേ ആയിരുന്നു ആക്ച്വലി ശരിക്കും. അപ്പോൾ എന്നെ കൊണ്ടാണ് ഫുഡ് കൊടുപ്പിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഓരോ ഫുഡ് എടുത്ത് ഒരു അമ്മ, ഇല്ല ഇതിവിടെ അല്ല, ഇതിവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ചോദിക്കുമ്പോഴേക്കും പറയാം, ആ അമ്മ ഇത്രേ കഴിക്കത്തുള്ളൂ. അപ്പം അത്രയും നാൾ നമ്മുടെ ഒരു അമ്മയെ നോക്കാൻ നമുക്ക് പറ്റത്തില്ല, പക്ഷേ ഇത്രയും അമ്മമാരെ നോക്കുന്ന ആ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ആംബുലൻസ് ഓടുന്ന കിട്ടുന്ന ആ ഒരു ക്യാഷിലും കുറച്ച് ആൾക്കാർ സഹായിക്കുന്ന പൈസയിലും പച്ചക്കറി കൊണ്ട് കൊടുക്കുന്ന ഇതിലൊക്കെയാണ് അവിടുത്തെ ഫുഡ് പോകുന്നത്. അതിൽ കണ്ട ഓരോ അമ്മമാർ ഫുഡ് കഴിക്കുന്നത് ഞാൻ ഒരുപാട് കരഞ്ഞു ആ ഡേ. കാരണം നമ്മളൊക്കെ എത്ര ബ്ലസ്ഡ് ആണ് ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് ബ്ലസ്ഡ് ആണ്. പക്ഷേ ആ മൊമെൻറ്റിൽ ഒരു അമ്മ, കാഴ്ചയില്ലാത്ത അമ്മമാരുണ്ട്, ഇത് ഭക്ഷണമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അമ്മമാരുണ്ട്, ചില ആൾക്കാർക്ക് വാരി കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ആഹാരം കഴിക്കുന്ന ഒരുപാട് അമ്മമാരെ കണ്ടു ഞാൻ എൻ്റെ ലൈഫിൽ. ഏറ്റവും എന്താ പറയുക, ശരിക്കും നമ്മൾ ഒരുപാട് നല്ല മനുഷ്യരെ ഞാൻ അവിടെ കണ്ടു. അതാണ് എൻ്റെ ആ ഒരു സ്ഥാപനം എവിടെയാണ്? വെഞ്ഞാറമൂടാണ്. അപ്പം ഞാൻ പറയുന്ന സ്നേഹസ്പർശം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യായിരിക്കും. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നമ്മളുടെ ഒരു നല്ലൊരു ദിവസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓർമ്മ ദിവസം ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വിസിറ്റ് ചെയ്യണം. അപ്പം ഇതുപോലെ തന്നെ ഞാൻ RCCയിൽ അമ്മയെ ട്രീറ്റ്മെൻറ്റ് പോകുന്ന സമയത്ത് കുട്ടികളുടെ ഒരു സെക്ഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ച് അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ വിഷമിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയണം, നീ ഒരു സ്ഥലത്ത് പോകണം കുട്ടികൾ. ഞാൻ അവിടെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഒരു കുഞ്ഞിന്. അവർ കീമോ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് നമ്മൾക്ക് ഒരുപാട് ഭാഗ്യമാണ്. നമ്മൾ ആരോഗ്യം കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു അഹങ്കാരം തോന്നുന്ന നിമിഷങ്ങളുണ്ടാവും, നമ്മൾ സെൽഫിഷ് ആവുന്ന നിമിഷങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ നമ്മളെ മനുഷ്യനാക്കുന്ന കുറേ അനുഭവങ്ങളാക്കി മാറ്റും. അപ്പം ഇതാണ് എനിക്ക് ആ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഡേയിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ അടുത്ത ദിവസം സംഭവിച്ചത്.